ആഹാ, ഇത്ര നേരത്തെ നീ ഇറങ്ങിയോ? എങ്ങനെയുണ്ട് അപ്പച്ചി ഡ്രസ്? പൊന്നും കൂടത്തിന് എന്തിനാ നമ്മളെ പൊട്ട് ഗംഭീരായിട്ടുണ്ട്. ഇന്നലെ വാങ്ങിയതാ, ന്യൂ മോഡലാ. എന്റെ പൈസ മുഴുവൻ നീ ഇല്ലാണ്ടാക്കും. മൈ സ്വീറ്റ് അപ്പച്ചൻ. ചെല്ല് ചെല്ല് കാന്താരി. എടാ, നമ്മുടെ സൂര്യ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി പോകുന്നുണ്ടായിരുന്നല്ലോ. എവിടേക്കാന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? അവൻ ടൗണിൽ പോയതാ. അവിടെ ഇന്നെന്തോ ലൈസൻസിന്റെ എന്തോ ടെസ്റ്റോ അവിടെ പോയതായിരിക്കും. വെറുതെ എല്ലാവരുടെ വീട്ടുകാർ പറയണത് അവര് ലൈസൻസ് ഇല്ലാത്തവനാണെന്ന്. രാവിലെ തന്നെ ഓൾഡ് കോമഡി അടിക്കലടാ. ഓ, സിനിമ പാട്ടൊക്കെ പഴകണോണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു കോമഡി പഴകിപ്പോയ ഭയങ്കര കുഴപ്പമാണ്. എത്രയായി? 30 രൂപ. ഏതാണ് ഈ പഴകിയ സാധനം? ഇതാ മക്കളെ, ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാ? എന്താ മച്ചി കാര്യം? എന്റെ മക്കളെ, ഒരു നാറി എന്നെ പറ്റിച്ചു. അയ്യോ, ഞാനല്ല. അതിനെന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോണേ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഒരു നാറിയുടെ കാര്യം. ബ്രോക്കറാ. ഏത് ബ്രോക്കറാ മച്ചി? പടിഞ്ഞാറ്റുമുറിയിലെ വാസു. 1000 വട്ടം ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് അവൻ മുങ്ങി നടക്കുക. ആഹാ, അത്രയുള്ള പ്രശ്നം അത് ഞാൻ പരിഹരിച്ചു തരാം. അമ്മച്ചി ഈ വാഹനത്തിലേക്ക് ഒന്ന് കേറിക്കേ. കേറിയിട്ട് വാസുവിനെ അല്ല, കുഴിമാടത്തി കിടക്കണ ഗ്രാൻഡ് ഫാദറിന് വരെ ഞാൻ പൊക്കിത്തരാം. ആണോ? പിന്നല്ലാണ്ട് കേറിക്കോ. എന്താടാ ഇത്? സേഫ്റ്റി ബെൽറ്റാ. കുന്തം വെച്ച് ഇടടാ. അല്ലേ? അല്ല, അപ്പൊ ഞങ്ങളാരും വരണ്ടേ? നിങ്ങളാ ഇതൊക്കെ ചെറുത്. ഇതിനൊക്കെ സുര മതി. സുരയുടെ കളി കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ചവിട്ടി വിടറാ. പിടിച്ചിരുന്നോണേ. ചേട്ടാ പോണോക്ക് ഉറുമ്പ് റസ്കും കൊണ്ടുപോണ പോലെ. നന്നായിട്ട് ഉറക്കി ആനയാണല്ലോ. ഇതെന്താണ് ഇന്ന് ഗെയിം കളിച്ച് തീരുവോ? ഹലോ, ഇതെന്താ ഈ കാര്യങ്ങളൊക്കെ? എന്ത് നിങ്ങൾ ആരെയാണ് ഈ പേടിക്കണത്? നാലിലിവിടെ ഒരു സംഭവമാണ് അറിയാലോ. എന്ത് അതിർത്തി തർക്കം? അത് ഏതെങ്കിലും ഒരു അതിർത്തി നിന്ന് സംസാരിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ ഇവിടെ വന്ന് കംപ്ലൈന്റ് തനി പരിഹരിച്ച ഇപ്പൊ ഇത്ര പെട്ടെന്നാ? ആര്, എപ്പോ, എങ്ങനെ? നിങ്ങൾ വെറുതെ ഓരോ കുണ്ടാൻ വണ്ടിക്ക് നിൽക്കണ്ട, പറഞ്ഞു കേൾക്കും നിങ്ങൾ. അല്ല, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യല്ലേ? എന്താണ് നിങ്ങൾ കേൾക്കും? കട്ടാക്കി. അല്ല, എന്താ സാറാ പ്രശ്നം? ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പൊ കള്ളൻ മക്കൾ പറയാണ് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഇനി സാറായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന്. പക്ഷെ ഏത് കുരിപ്പുള്ള അതിന്റെ പിന്നാമ്പുറത്ത് കിടന്ന് കളിക്കണത് അവന്മാര് അല്ലാതെ തീർപ്പാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കേസ് ഇന്ന് വരെ ഈ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല. ഇങ്ങനെ പോയാൽ മിക്കവാറും ആ സെല്ലിൽ പൂച്ച കയറി പ്രസവിക്കും. എന്റെ മലയപ്പുതി അമ്മ, ഇനി അതും കൂടി എന്റെ തലയിൽ വരുമോ? പ്രസവോ? നല്ല കാലം അതാണ്. എന്തെങ്കിലും ഒന്ന് അടിയന്തരമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ ഈ സ്റ്റേഷനിൽ ആരുടെയെങ്കിലും അടിയന്തരം ഇവിടെ നടത്തേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരു പെണ്ണുപിള്ള പരാതിയായിട്ട് വന്നതാ. ആ ഗേറ്റിന്റെ തുമ്പത്തുനിന്ന് അവന്മാർ വെട്ടിക്കൊണ്ടുപോയത് അറിയോ? സാർ, മീശ പിരിക്കല്ലേ, നാട്ടുകാർക്ക് വാക്ക് കൊടുത്തതല്ലേ. ഈ തെറി തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ സിറ്റുവേഷൻ ആപ്റ്റായനെ. എന്ത് കഷ്ടം നോക്കി. കഷ്ടമല്ല സാറേ, കാഷ്ടം. ആ കൂട്ടത്തിൽ കറുത്തൊരു കാഷ്ടമില്ലേ, അവനാ പെണ്ണുമ്പുള്ള തട്ടിക്കൊണ്ടുപോയത്. അവന് അത് മൂലക്ക് പോയി വിളിച്ചാലും ഞാൻ അവനെ പൊക്കും. ഏത് മൂലയിൽ പോയി വിളിച്ചാലും എനിക്ക് ചെനയുള്ള പശുവിനെ കിട്ടണം. അതെ, അമ്മച്ചിയുടെ പ്രശ്നം ചെനയല്ലേ? അതെ, എന്റെ കഴിവനുസരിച്ച് ഞാനത് പരിഹരിച്ചു തന്നേക്കാം. പശുവിന്റെ ചെനയാ. അമ്മച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഈ നാട്ടിലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ 5 പേര് വേണം അത് പരിഹരിക്കാൻ. മെയിനായിട്ട് ഞാനും. അവരൊന്ന് കണ്ടു കിട്ടിയാ മതി, കൈവെള്ളൊക്കെ എടുത്ത് അമ്മാനമാടോ. നിങ്ങൾക്ക് നിർത്താൻ പറഞ്ഞാൽ മതി. ഇത് ബ്രേക്ക് ഞാൻ പരമാവധി നോക്കാനായിട്ട്. ഈ ഇത്തിക്കണ്ണി ആരാണ് ഞാൻ കാണിച്ചു തരാടാ. അയ്യോ, എന്താ ഇത്? പൊടവില്ലേ? ആരാ വരുന്നത് നോക്ക്. ഇതെന്താടാ, ഹെർബൽ സൈക്കിളോ? ഞാൻ കണ്ടു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ കാര്യം പറ. എടാ, ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു. ഈക്കിടിക്ക് ധൂമയ്യത്ത്. നീ എന്ത് കരുത്ത് വിളിച്ചു നീ പറയുന്നത്? എടാ, ഞാൻ ആ ജാരനെ കണ്ടുപിടിച്ചെന്നേ. അത് ശരി. അപ്പൊ നീ ബ്രോക്കറെ കണ്ടുപിടിച്ച? പറ്റിയില്ല. പക്ഷെ ഞാൻ സാന്ദ്രയുടെ പുതിയ കാമുവിനെ കണ്ടുപിടിച്ചു. ആരാടാ? ആരവൻ? മിസ്റ്റർ ബാബു, ഒന്നുകൂടെ വരൂ. എന്റെ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യൂ. അതിസാഹസികമായാണ് ഞാനിത് കണ്ടെത്തിയത്. ഈ നാട്ടിലെ കണ്ണിലുണ്ണിയും നമ്മുടെയൊക്കെ ചങ്ക് ബ്രോയുമായ സൂര്യ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഓർഡർ പ്ലീസ്.
എത്ര നേരമായിന്നറിയോ വന്നിട്ട്. അതെയോ? സോറിടാ. സോറി. ഇന്ന് ഞാൻ ഓർഡർ ചെയ്യാം. ഞാനല്ലേ ഗസ്റ്റ്. ചെയ്തോ. എക്സ്ക്യൂസ് മീ, ഓർഡർ. 2 vanilla, 2 chocolate, 2 strawberry, 1 faluda and 4 butterscotch parcel. പാഴ്സലാ? അല്ല, അതാർക്കാ പാഴ്സല്? ഫ്രണ്ട്സിനാ. എനിക്ക് പറയാമല്ലോ, എന്റെ ഹബ്ബി വാങ്ങി തന്നാന്ന്. എന്താ വേണ്ടേ? പിന്നെ വേണം. ഷൈൻ ചെയ്തോ. കാര്യം പറഞ്ഞിട്ട് ഇടിക്കണ ദ്രോഹികളെ. നിനക്ക് കാര്യം അറിയില്ലടാ പട്ടി. ഇല്ലടാ, എനിക്ക് പാർലറിൽ പോവാളോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നിന്റെ പാർലർ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഐസ്ക്രീം പാർലർ അല്ലേ? അല്ലേ? അന്റെ വർത്താനം കേട്ടാൻ തോന്നും ഞങ്ങളാണ് സാന്ദ്രന്റെ ഒപ്പം സമയം ലേറ്റ് ആക്കിയെന്ന്. ഓഹോ, അപ്പോ കണ്ടുപിടിച്ചല്ലേ. നൈസായിട്ട്. ഇത്രയായ സ്ഥിതിക്ക് ഞാനെല്ലാം തുറന്നു പറയാം. ഞങ്ങൾ അഗാധമായ പ്രണയത്തിലാണ്. കോപ്പേ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എടാ, അവള് ലോക തേപ്പാണ്. ദേ നിൽക്കുന്നു അവള് തേച്ചിട്ട് പോയൊരു ബോഡി. എടാ, എന്റെ അത്രയും നിനക്ക് അവളറിയില്ല. അവളെ കയ്യിലെ ക്യാഷ് ലീക്കാക്കും. ഒരു ലീക്കാവലും ഇല്ല. ഞങ്ങളുടെ പ്രണയേ വേറെ ലെവലാ. നിനക്കിപ്പോ അവളോട് പ്രണയൊന്നുമില്ലല്ലോ അല്ലേ? ഹാവൂ, സമാധാനായി. എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. ഒരു സാധനം എടുത്താ ആ സാധനം എടുത്തെടുത്ത് വെക്കണം. മനസ്സിലായടാ? ഞാനത് അർഹിക്കുന്നു. പോട്ടമ്മച്ചി, അവനൊരു 10 പൈസയുടെ കുറവുണ്ട്. അമ്മച്ചിക്ക് ബ്രോക്കറെ കണ്ട് കറവയുള്ള നല്ലൊരു പശുവിനെ ഞങ്ങള് സംഘടിപ്പിച്ചു തരാം. അമ്മച്ചി ഓട്ടോ കയറി. നീ ഇവനെ പോലെ ആവില്ലല്ലോ. ഇല്ല അമ്മച്ചി, സത്യം. എന്നാ വാ. ഇങ്ങോട്ട് ഇറങ്ങി പോടാം. എന്നാണ് നീ പുലിക്കാടന്മാരെ കുറിച്ച് കരുതിയത്? അപ്പാ ദേ കിടക്കുന്നു ആ പുന്നാരമോൻ. അവസാനം സുകുമാരക്കുറുപ്പ് പിടിയിലായല്ലോ മക്കളെ. എടാ, കർത്താവ് ഇപ്പോഴും എന്റെ കൂടെ തന്നെയാ. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരാ. അതുപോലെ നിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഒറ്റ തന്നത് നിന്റെ കൂട്ടുകാർ തന്നെയാ. മനസ്സിലായോ മുതലാളി? എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആയിട്ട് ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ടാ തവണ മുടങ്ങിയത്. എന്റെ അലമാരിയിരിക്കുന്ന പൈസ നീ മേടിച്ചോണ്ട് പോയപ്പോ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലോ. അത് തിരിച്ചു നോക്കിപ്പോഴാണ് നിന്റെ അമ്മയുടെ. ഇവൻ തരാനുള്ള മുതലും പലിശ കൃത്യമായിട്ട് എണ്ണി മേടിച്ചിട്ട് ഇവനെ പുറം കാണിച്ചാൽ മതി കേട്ടോ. അലക്സേ, ഇവന്റെ കെട്ടിയുള്ള ഒരു വിവരം പറഞ്ഞേക്കും. നിന്നെവിടെ? എടാ, നിനക്ക് ഓടി വന്ന് കയറാനേ മഴയത്ത് പിടിക്കുന്ന കൊടയല്ല ഈ പാർലർ. അത് ഇന്നലെ ഒരു കളി ഉണ്ടായിരുന്നു. കളിച്ച് നടന്നോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? ഇന്ന് നിന്റെ സേവനം എനിക്ക് വേണമെന്നില്ല. ചേട്ടാ. ചേട്ടനല്ല, കോപ്പ. ഇറങ്ങി പോടാ അവിടുന്ന്. ഇവിടെ കാണുമെന്ന് കേണൽ സാബ് പറഞ്ഞിരുന്നു കേട്ടോ. പൈസക്ക് കിട്ടിയില്ലേ? കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടി. ഇന്നലെ ഓന്റെ ഖജനാവ് നോക്കി ഒന്ന് കൊടുത്തു. അതിന്റെ ഗുണ ഇപ്പൊ അവന്റെ ഖജനാവ് തകർന്നു കാണും. ചേട്ടാ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവന്മാരൊന്നും കുറി കൂട്ടരുത്. ഇല്ല മക്കളെ, വലിയ ഉപകാരം നിങ്ങൾ ഈ ചെയ്തത്. പിന്നെ എന്തേട്ടാ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങളിത് വാങ്ങണം. എന്തേത്? ഇത് ഇത്തിരി കാശാ, കിട്ടാക്കുറ്റിയായി കിടന്നതല്ലേ. നിങ്ങളുടെ മെനക്കെടലിന്. ശേ, ഞങ്ങളങ്ങനെ ഫീസ് മേടിച്ച് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. വെറുതെ ഇരിക്കുന്നുണ്ട് ഒരു ഉപകാരം ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ പറയരുത്. എൻ്റെ ഒരു സന്തോഷത്തിനെങ്കിലും ഇത് വാങ്ങണം. ഇങ്ങ് വാങ്ങി. പാവങ്ങളാ, അവരുടെ സന്തോഷം കൂടി നമ്മൾ നോക്കണ്ടേ? തേടിയ സാസി കാലി ചുറ്റി. ഇതെന്താണ് സത്യേട്ടോ ഇവിടെ മട പോയി ഒളിച്ചിരിക്കാതെ? എന്താ മക്കളെ, സുഖല്ലേ? ഓ, സന്തോഷം. നിങ്ങൾ അന്വേഷിച്ച് പോളർച്ച തോട്ട് നടന്ന് നശിച്ച് നാരണക്കാര് കുത്തിരിക്കുകയാണ്. ഈ കാര്യത്തിന് വേണ്ടി എത്ര രൂപയ്ക്ക് എണ്ണ അടിച്ചെന്നറിയാമോ? മണിയെ, കാസ് വരും പോവും. ഡ്യൂട്ടി ഞാൻ പറയും. സത്യേട്ടോ, ആ കുറിക്കമ്പനിക്കാരുടെ കേസില്ലേ, അവരെ പൂട്ടാനുള്ള മാസ്റ്റർ പ്ലാനും കൊണ്ടാണ് നാം വന്നിരിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തരും. ഈട്ടിച്ചവൻ്റെ കൂമ്പ് കലക്കണ്ട കാര്യം നാനേറ്റു. ഇത് സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയൊന്നും പറഞ്ഞ പോലെയല്ല, ഭാഗ്യരാജാണ്. അറിയാലോ, ഞാനൊരു സംഭവമാണ്.
പിന്നെ പുതിയൊരു ഓഫറും കൂടിയുണ്ട്. അതെന്താണ്? അതായത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരാതി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പരാതി എഴുതേ വേണ്ട. ഈ നിൽക്കുന്ന ഭാഗ്യരാജ് സാറ് സ്വന്തം കൈപ്പടയിൽ പരാതി എഴുതി സാറ് തന്നെ രജിസ്റ്റർ ചെയ്തോളും. ഈ ഭാഗ്യം വേറെ എവിടെ കിട്ടും? എഴുതിയാലോ? അതൊക്കെ സസ്യമായിട്ട് നന്നായിട്ട് അറിയാം അല്ലേ? സാറേ, എനിക്കൊരു പരാതി ഇല്ല സാറേ. എന്റെ പ്രശ്നങ്ങളൊക്കെ ഇവര് തീർത്തു തന്നു. എപ്പോ? എങ്ങനെ? ആര്? ആ പിള്ളേര്. ഏത് പിള്ളേര്? സാറേ സാറേ എന്താണ്? എന്നാ പിന്നെ എന്താണ് വായ പൊളിച്ച് നിൽക്കണം? കടന്നു പോകുന്നു. ഐ അപ്രിഷിയേറ്റ് യുവർ അറ്റംപ്റ്റ്. പക്ഷെ ഉണ്ണിയോളെ, ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ അതിനാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരണം. അല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്. ആര്? നീയാ ഇന്ത്യൻ പൗരൻ? നാ ദേശീയഗാനം ജനഗണമന ഒന്ന് ചൊല്ല്. ചൊല്ലടാ നീ. ഇന്ത്യൻ പൗര ചൊല്ല്. അല്ല സാറേ, പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, പെട്ടെന്ന് ചോദിച്ചപ്പോ. നായക്ക് 40 വട്ടം തിയേറ്ററിൽ ഇത് കാണിച്ചിട്ടും പഠിച്ചില്ല നീ പിസാസ് മോറ. നീ ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യയുടെ പരാജയമാണ്. കള്ളമക്കളെ, ഇതിവിടെ നോക്കി, ഇത് ഒറിജിനൽ കാക്കയാണ്. ഇത് കിട്ടിയിരിക്കുന്ന ആള് ഒരു സംഭവമാണ്. ഇനി നിന്റെ ഒന്നും ഒരു വളച്ചിൽ ഇവിടെ നടക്കില്ല. അതിനുള്ള കേണി ഒരുക്കട്ടാണ് നാം വന്നിരിക്കുന്നത്. എന്ത്? പിന്നെ ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. കേട്ടോ? അതല്ല, മൈൻഡ് ഇറ്റ്. പുലി 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 ഭാഗ്യരാജ് പുലിയേ. പുലി 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 ഭാഗ്യരാജ് പുലിയേ. സാറേ, ശരിക്കും സാറ് സംഭവമല്ലേ? എന്നാലും അവന്മാർക്ക് കെണി വെച്ചാരും സാറിനോട് പറഞ്ഞില്ലല്ലോ. ആര്? എപ്പോ വെച്ച്? സാറോട് പറഞ്ഞത് എന്ത്? കെണി വെച്ചെന്ന്. അതൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞാണ്. ആ ചെക്കന്മാരെ മസിൽ കണ്ട് പേടിച്ച് വേറണ്ടിരിക്കുകയാണ് ഞാൻ. താൻ വണ്ടി കയറ്. തമാസ കളിക്കല്, വേഗം കയറ്. പെട്ടെന്ന് ഇരിക്കും.